BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമുണ്ടായ വിജയം അത് UDF പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കുള്ള ഒരു അടിയൊഴുക്ക് CPM-ൽ നിന്നും ഉണ്ടായതുകൊണ്ടാണെന്ന് വ്യക്തമാക്കുകയാണ് മാർട്ടിൻ ജോർജ്. പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള വിജയം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടായി എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. DCCയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ട് തന്നെയാണ് ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനമുണ്ടായത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വിഷയമാണ് അവിടെ ആധാരമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുഞ്ഞികൃഷ്ണൻ നിൽക്കുന്നതാണ് അവിടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഗുണകരമായിട്ട് മാറാനുണ്ട് എന്ന കാര്യം ഒരു സത്യമാണ്. എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. അതിനകത്ത് വേറെ ഒരു ആശയക്കുഴപ്പത്തിന് യാതൊരു വിഷയങ്ങളുമില്ല. ഒരു സീറ്റ് പോലും എഴുതി തള്ളാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല കണ്ണൂർ ജില്ലയിലുള്ളത്. പയ്യന്നൂരും തളിപ്പറമ്പും വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. പക്ഷേ ഇത്രമാത്രം അടിയൊഴുക്കുകളുണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല. അതൊരു സത്യമാണ്. ഇത്തരമൊരു വിഷയം വന്നുമ്പോൾ ശ്യാമള അവർ കാൻഡിഡേറ്റായിട്ട് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ CPM-ൻ്റെ ഉള്ളിലെ മുറുമുറുപ്പ് നമുക്ക് കൃത്യമായി കിട്ടി. കണ്ണൂർ ജില്ലയിലെ തകർപ്പൻ വിജയത്തിനിടയിലും മ്ലാനത വരുത്തിയ രണ്ട് തോൽവികളുണ്ട് UDF-ന്: അഴീക്കോടും കൂത്തുപറമ്പും. ഈ രണ്ട് മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കും എന്ന് വ്യക്തമാക്കുകയാണ് മാർട്ടിൻ ജോർജ്. അഴീക്കോട് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു എന്ന സ്ഥാനാർത്ഥിയുടെ അഡ്വക്കേറ്റ് കരീം ചേലേരിയുടെ ആ കണ്ണൂർ വിഷനിലൂടെയുള്ള ആ വെളിപ്പെടുത്തൽ അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പറയുന്നുണ്ട് ഈ അഭിമുഖത്തിൽ മാർട്ടിൻ ജോർജ്. അഴീക്കോട് ഇത്തവണ നല്ല എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിച്ച ഒരു നിയോജകമണ്ഡലമാണ്. പക്ഷേ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ പരിശോധനയ്ക്ക് വെക്കേണ്ട കാര്യമാണ്. അഴീക്കോട് നമ്മൾ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടായ ഒരു മണ്ഡലമാണ്. അവിടെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ഒരു ആശങ്കയുണ്ട്. അത് കൃത്യമായി സ്റ്റഡി ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി ഒരു നല്ല ഒരു ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അഴീക്കോട് നിയോജകമണ്ഡലത്തിൽ വരുന്ന സ്ഥലങ്ങളിലാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. തോക്കാനുള്ള സാഹചര്യത്തിൽ ഒരു കുറച്ച് BJP വോട്ടുകൾക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. BJPക്ക് വോട്ട് ആ സമയത്ത് മറിച്ചു കൊടുക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സുമേഷിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു 10 വർഷം സമരമുഖത്തായിരുന്നു UDF കോൺഗ്രസ്. ഇനി ഭരണകാലമാണ്. ഭരണകാലമായാലും വിശ്രമമില്ല എന്ന് പറയുകയാണ് മാർട്ടിൻ ജോർജ്. അതിശക്തമായി തന്നെ പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസ് ഉണ്ടാകും, ഈ പ്രസ്ഥാനമുണ്ടാകും. അതോടൊപ്പം കോൺഗ്രസ് UDF നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്ന കൂടി ഈ അഭിമുഖത്തിൽ മാർട്ടിൻ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. മാർട്ടിൻ ജോർജുമായുള്ള കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.